പിന്നെ എന്താ ഏറ്റവും വലിയ പരാതി? എന്താണ് ഏറ്റവും വലിയ പരാതി? എല്ലായിടത്തും പറഞ്ഞു നടക്കുന്നു, മുജാഹിദുകൾ ഭിന്നിപ്പിക്കുന്നു. പാവപ്പെട്ട മുസ്ലിമീങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പൂർവിതാക്കന്മാരെ തള്ളിക്കളഞ്ഞ് എന്റെ പ്രിയപ്പെട്ടവരെയുള്ള മുസ്ലിം മഹല്ലുകളൊക്കെ ഭിന്നിപ്പിച്ചു എന്നല്ലാതെ മുജാഹിദ് പ്രസ്ഥാനത്തിനെ കൊണ്ട് എന്ത് നേട്ടം ഇവിടെ ഉണ്ടായി? ഇവിടെയും കുഴപ്പങ്ങൾ ഉണ്ടാക്കും, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും. എല്ലാത്തിലും ഒരു തെറ്റിദ്ധാരണ പരത്തും. ഇവിടെയും കുഴപ്പങ്ങൾ ഉണ്ടാക്കും, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും. മയ്യത്ത് കൊണ്ടുപോകുന്ന വിഷയത്തിൽ വരെ തർക്കിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിലെ കുടുംബങ്ങളിൽ ഭിന്നതയുണ്ടായി. ആചാരാനുഷ്ഠാനങ്ങളുടെ പേരിൽ ഭിന്നിച്ച ഒരു സമൂഹം അപകടകരമായ പ്രവണതയിലേക്ക് നീങ്ങുന്നു എന്ന് കണ്ടപ്പോൾ അള്ളാഹുവിൽ അർപ്പിത മനസ്സുള്ള പണ്ഡിത മഹത്തുക്കൾ കടന്നു വന്നുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ ആദർശ പ്രസ്ഥാനത്തിന് ജന്മം കൊടുത്തു. ഇവരൈക്യത്തിനെതിരാണ് നാടൊട്ടാകെ, കേരളം മുഴുവൻ ശാന്തസുന്ദരമായ കേരളം. എങ്ങനെ പറയാ? ശാന്തസുന്ദരമായ കേരളം. 921 മുമ്പ് ഈ മുസ്ലിം കൈരളി, അല്ലെങ്കിൽ ഈ മുസ്ലിം കേരളം, അല്ലെങ്കിൽ ഈ മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയകൾ ഈ കേരളം വന്നിട്ടില്ലല്ലോ എന്നൊന്നും പറയണ്ട. ആരാണ് മുസ്ലിമീങ്ങൾ എവിടെയൊക്കെയാണുള്ളതെങ്കിൽ എന്തൊരു ഒരുമയിലായിരുന്നു. മരിച്ചയിടത്ത് തർക്കമില്ല, കല്യാണ വീട്ടിൽ തർക്കമില്ല, ശ്മശാനത്തിൽ അഥവാ ഖബർസ്ഥാനിൽ തർക്കമില്ല, പെരുന്നാളിന്റെ കാര്യത്തിൽ തർക്കമില്ല, നോമ്പിന്റെ കാര്യത്തിൽ തർക്കമില്ല, പള്ളിയിൽ ഖുത്ബയാര് നടത്തണം എന്ന കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ ഒരു തർക്കവുമില്ലാതെ നടന്നിരുന്ന ശാന്തസുന്ദരമായ മുസ്ലിം ലോകത്ത് പള്ളികളിൽ കുഴപ്പമുണ്ടാക്കി, മദ്രസകളിൽ കുഴപ്പമുണ്ടാക്കി, മഖ്ബറകളിൽ കുഴപ്പമുണ്ടാക്കി, കല്യാണ വീടുകളിൽ കുഴപ്പമുണ്ടാക്കി, മരണ വീട്ടിൽ പോലും കുഴപ്പമുണ്ടാക്കി. അങ്ങനെ ഈ സമൂഹത്തെ ഭിന്നിപ്പിച്ചവരാണ് മുജാഹിദുകൾ. എത്ര കാലമായി പറഞ്ഞു നടക്കുന്നു.